ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇറ്റ്സ് മീ ആതിര ഹിയർ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇറ്റ്സ് ചാപ്റ്റർ 6 ഓഫ് ദ വെഡിങ് സീരീസ് ആൻഡ് ഇറ്റ്സ് ദ ബ്രൈഡൽ ഷവർ. ഇത് ഓർഗനൈസ് ചെയ്തത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇതിനെ പറ്റിയിട്ട് ഈ ഒരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി ലോങ്. ഈ വീഡിയോ ലോങ് ആയിരിക്കും, കാരണം ഇതിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ എല്ലാവരും അവരെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാങ് ഔട്ട് വ്ളോഗിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ഞാനപ്പോൾ ആക്ച്വലി എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നത് ഈ ഒരു എപ്പിസോഡ് അവരെല്ലാവരും കൂടി ഇരുന്ന് ഒരു നമ്മളുടെ എന്താ പറയുക റൗണ്ട് ടേബിൾ കോൺഫറൻസ് പോലെയൊക്കെ ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അത് നടന്നില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല ലൈവായിട്ട്. സോ അതെന്തായാലും നടന്നില്ല. സോ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂം മീറ്റിംഗ് വെക്കാം. സൂം മീറ്റിംഗിൽ ഇവരുടെ അടുത്ത് സംഭവം പറയാം, എന്നിട്ട് അവരുടെ വീഡിയോസ് എല്ലാവരും അവരോട് സെൻഡ് ചെയ്ത് തരാൻ പറയാം. അവരുടെ എക്സ്പീരിയൻസും അവരുടെ മെമ്മറീസും ഒക്കെ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരിങ്ങനെ പ്ലാൻ ചെയ്ത് ഈ സംഭവത്തിനെ പറ്റി. അപ്പോൾ അതെല്ലാം അതുമാണ് നീ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൂം മീറ്റിംഗിൽ അവരുടെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് നോക്കാം. First class. Are you കഴിഞ്ഞു? Now the thing is, we're moving on to the wedding part, right? So before that, you know what happened last year. So, I actually want you guys to be there in the vlog to talk about bridal shopping. Oh wow. So just എന്താ പറയാ എന്താ I actually plan നമ്മൾ എല്ലാവരും സ്ഥലത്ത് മീറ്റപ്പ് ചെയ്തിട്ട് I can take a video on live ആ ഒരു ടൈമിൽ അവിടെ തന്നെ എടുക്കാനാണ് പ്ലാൻ ചെയ്തത്. But social distancing, corona, everything is giving a hard time. അപ്പോൾ so namale virtually if something can be done, I was thinking namale birthday, all this lockdown birthday videos be done enda paraya avade ivide irunnittalle appo I was thinking if it's possible for you guys to record something on your phone and then send me so that I can compile and then do like record. Okay, namukku endu idea what namukku chicken biryani ittu after special biryani. All right, meeting about you guys ellaru take care and send me the videos. I'm waiting to see it all. Okay? അപ്പൊ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ അവരെ കൺവിൻസ് ചെയ്തത് ഈ ഒരു വ്ളോഗിന് വേണ്ടിയിട്ട്. അവരുടെ എല്ലാവരുടെയും വീഡിയോസ് എനിക്ക് വേണമെന്നുള്ളത്. അങ്ങനെ അതിനുശേഷം നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ഇന്ന ഡേറ്റിനുള്ളിൽ വേണമെന്നുള്ള അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അവരെല്ലാവരും സ്പ്ലിറ്റ് ചെയ്തു ടോപ്പിക്സ് ഒക്കെ ആരൊക്കെ എന്തൊക്കെ പറയണം എന്നുള്ളത്. പാറു ഉണ്ടായിരുന്നില്ല, പാറു നാട്ടിൽ പോയിരിക്കായിരുന്നു. പിന്നെ ഷാലും കല്യാണത്തിന് വേണ്ടി കല്യാണം കഴിഞ്ഞു, ഷാലുവിന്റെ കല്യാണം കഴിഞ്ഞ് നാട്ടിലായിരുന്നു. അപ്പൊ ഇനി അതൊക്കെ നിങ്ങൾ കാണാൻ പോവാണ്. അവരുടെ കയ്യിലേക്ക് ഞാൻ ഈ എന്താ പറയാ ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് കൊടുക്കാണ്. അപ്പോൾ അതിനകത്ത് മുന്നേ പറയേണ്ടത്, ദീസ് പീപ്പിൾ മീൻ എ ലോട്ട് ടു മീ. ലൈക്ക് ഒരു എന്താ പറയാ ജെനുവിൻലി ആ ഒരു എഫേർട്സ് എല്ലാം ഇട്ടത് എനിക്ക് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ ഇപ്പോഴും ഐ സ്റ്റിൽ ഹാവ് ഭയങ്കര എന്താ പറയാ I still am excited about this whole thing that happened last year. അതിൻ്റെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഞാൻ വീഡിയോസിൻ്റെയും ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നോട്ട് എൻറ്റയർ തിങ് ബിക്കോസ് ഇറ്റ് വാസ് എ വെരി ലോങ് വൺ. അപ്പോൾ അതെല്ലാവരും എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. സോ എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഹാപ്പിനെസ്സും ഉണ്ട് ടു ഷോ ദിസ് ടു യു ഗൈസ്, ടു ഷെയർ വിത്ത് യു ഓൾ. അപ്പോൾ ഇനി എന്തായാലും അവരെന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് കാണാം. ഓക്കെ, ഹായ് എവ്രി വൺ, ദിസ് ഇസ് ആത്യ ഹിയർ. സോ നമ്മുടെ സ്വന്തം അമ്മയുടെ ഫ്രണ്ട്. ടുഡേ ഐ ആം ഹിയർ ടു ടോക്ക് അബൌട്ട് her wedding, her bridal shower, her entire process. I feel so happy to be a part of it. Thank you, Ammu. Right now I feel like Naina from Ye Jawani Hai Diwani, how she gives a speech for Aditi on her cocktail party. So the story is also somewhat similar. Like one casual time during Diwali, we were having lunch when Ammu told that like her parents are searching for proposals and she's getting, and we were like, oh okay, that's nice. And then that ended there. And then one sudden day she calls up and she's like, guess what, my proposal's fixed, I'm getting married. And we were like, what? Oh my god, really? Who is it? And then she introduced us to Vishak, who she met, and there was a proper Pendakarnal, and it was really nice knowing Vishak. She told all the details. And yeah, so and then everything went by in a jiffy. It was better the Pendakarnal, and then next she is like, I'm getting engaged, and then it was a bridal shower, and then here on August 18 she got married, and it's gonna be a year now. Everything went so fast.
I remember the day when we all went home to talk to her to know how everything was, and she enacted out the entire Pendakarnal. It was a total different experience. Like, we were like, wow, this is how you feel. You could see how happy she was when she was telling the whole story to us. I feel so happy being a part of it. Thank you, Ammu. Talking about the bridal shower itself, it was not a big deal to think of a theme for Ammu. We all know she's a huge movie fan, she's a huge Lalaten fan. So first it was straight on point, okay, it has to be movies and it has to be related to Lalaten. So when it comes to movies, it has to be, of course, dance, drama, skit. So we were like, oh, why not do a skit? Now thinking about this skit, it was not a big, it was like, actually I had recorded a video when I had visited her place and when she was narrating the whole Pendakarnal scene. So we used that as the main script. Thank God that I recorded it. We did the entire skit based on the recording, like how her parents informed her about Vishak, how Vishak came, how they met, what did they speak, and then all her cousin playing the Cupid. Everything was enacted out very well. And then we enacted the part of the engagement and the register marriage. We weren't a part, but we had one of our spies there, Kaju. She narrated her part of the story out, how she felt when she was there for the engagement, and we used that as well. You know, for the practice, I was in Ras Al Khaimah. I directly went from Ras Al Khaimah to her to practice for the entire skit. I got my roles. I danced for a move. I danced for the first time. I did the entire steps. I practiced everything in just 2 hours. I remember that day very well. And all this was for our Ammu. When I danced, I felt very nervous. I was like, oh my God, this is the first time I'm going to dance. So it was a total different experience. But all that's only and only for our lovely Ammu. Love you, Ammu. And now that you've completed 1 year of your wedding, I want to say congratulations. We wish you have many, many more years of together filled with happiness, enjoyment. All the best, Ammu and Vishak. Love you guys. Thank Hello you. everyone, my name is Sharanya, natal from Kannur but settled in Bangalore. Firstly, congratulations to Ammu and Vishak on completion of their 1 year of marriage. Touch wood, that was really quick, guys. May you both be blessed with love, joy and happiness for lifetime. Amen. I'm really happy to be part of Ammu's wedding vlog series. എന്താ പറയുക, അമ്മുക്ക് വേണ്ടി ചെറിയൊരു ബ്രൈഡൽ ഷവർ വിച്ച് we us 5-6 friends have organized was really fun and funny at the same time. Maybe it took like 1 week to make this whole thing, 1 week for the content to be made, but you know, with preparation like, you know, cake and other decorations, okay, maybe 2 weeks and all, which was right after our exams got over, so even more fun. Theme for Ammu, it was what do you say, no doubt we did not have much to think about because we already knew what it would be. Since day one when we met Ammu, we already got that vibe from her. Cinemas, dancing, singing, basically anything to do with Lalaten. Her TikTok videos, it was just, you know, it was just perfect for that theme of movies. Skittum dancing down was a totally different, was a totally new thing to be added because you know, because like I said, oru movie theme nu vendi to have these two is without these two it's really incomplete. And Ammu, and to describe Ammu is basically that bridal shower which we had. It was really good. It was really, you know, it was a great experience to work with our friends. I am not a dancing person. I don't dance. I don't do TikTok videos, as a matter of fact. Maybe hardly 3 or 4 other friends and college friends parnittu. And for some reason they've said I do really good in male characters. Okay, so I had to do duplicate Vishak. So that was, you know, it was really fun to do the skit part. Dance part, even though I was hesitant to do it, but finally I'm happy that I showed my dancing skills to Ammu, which made her happy. Even I was happy that I did something.
and it was just really great. It was like a proper stage performance program that happens in any kind of arenas. Other all the preparation and it looked like that also, with Ammu being the only audience there. But it was touch wood, it went really good, and we all were happy towards the end. So the dance was handled by our 3 dance girls, and of course all Lalit and their super hit songs വെച്ചായിരുന്നു നമ്മൾ ഡാൻസ് ചെയ്ത് തകർത്തത്. Then skit എങ്ങനെ വെച്ചാൽ we had to make a script, of course, and script was from a video recording that we had taken. Actually our friend Atya had taken a recording when we had gone to Ammu's place one evening, after she told us about the news. വീട്ടിൽ പോയി ആൾ നമ്മളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയായിരുന്നു സംഭവിച്ചത്, എന്തൊക്കെയാണ് പറ്റിയത്, ഈവൻ ഹർ പെണ്ണ് കാണൽ ചടങ്ങ് എങ്ങനെയായിരുന്നു. സോ ഓൾ ദാറ്റ് video was taken, and we kept the planning, everything took place in my house here. Nalla 5-6 hours we sat with this, listening to the audio clip, repeating it again, thinking what the actual dialogue would have been. And also even more funny part was the reaction Ammu would have given when she came to know about this news. So that was also a question mark, as in അവളെങ്ങനെ ദേഷ്യം പിടിച്ചായിരുന്നോ, വിഷമായിരുന്നോ, സങ്കടമായിരുന്നോ, we were not aware. But എങ്ങനെയോ നമ്മളത് ഉണ്ടാക്കി. With God's grace everything went fine. Even Ammu approves that it was the same reaction. It was almost exactly the same situation that happened in her real life. Character role was definitely not a question mark, because നമ്മുടെ ഗ്രൂപ്പിൽ 2 തൃശ്ശൂർ ആൾക്കാരുണ്ടായിരുന്നു, and Kajal, of course, by default she was playing Ammu's role. Like I said, I was really good in male characters, it seems, so അങ്ങനെ ഞാൻ default Vishakai, sorry Aliyah. And our other friends also played the role of Ammu's dad, Ammu's cousin brothers, and even the cameraman that was there for the engagement, came for the engagement day in India. In engagement part was also there in the skit. We got input from Kajal, because she was in India during that time. She attended Ammu's engagement when we were here. We couldn't attend for it. With all these small inputs from here and there, from Ammu's mom, we all tried to contact everyone possible, with this video clip, audio clip. അങ്ങനെ നമ്മളൊരു നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, അങ്ങനെ ഒരു സ്കിറ്റും ഉണ്ടാക്കി, ആൻഡ് എവറിത്തിങ് വെന്റ് റിയലി ഗുഡ്. Sit back and enjoy. Conversation continues. Action. അപ്പോൾ ആദ്യം ഫിസിയോതെറാപ്പി ചെയ്യല്ലേ, ഫൈനലാണ് അതായിട്ട് കഴിഞ്ഞല്ലേ, ഇങ്ങനെ പേഷ്യൻസ് ഒക്കെ ഉണ്ടോ? ഇത് ഫസ്റ്റ് പ്രപ്പോസൽ ആണോ ആദ്യമൊക്കെ? എൻ്റെ ഫസ്റ്റ് പ്രപ്പോസൽ ആണ്. ഞാൻ ഫസ്റ്റ് കാണുന്നത് ഏത് നമ്മുടെ ശ്രീനിവാസന്റെ സിനിമയാണോ, മലയാളം സിനിമയാണോ? ഓ ഇല്ല, ഗെയിം ഓഫ് ത്രോൺസ് ഞാൻ ഭയങ്കര ഗെയിം ഓഫ് ത്രോൺസ് എനിക്കിഷ്ടമാണ്. Happily ever after. The end. I can't explain how lucky I am to have you all in my life. I swear I can't. Oh my god. Hi, I'm Sandra. Hi, I'm Grishma. Our Ammu's friends are. We have known Ammu for almost 5 years now. Yes, നമ്മൾ ആക്ച്വലി അമ്മുനെ മീറ്റ് ചെയ്തത് ലൈക്ക് ബിഗിനിങ് ഓഫ് കോളേജ് ആണ് 2015. പാർട്ട് ഓഫ് ദ ഡാൻസ് ടീം ആക്ച്വലി, ആൻഡ് എവർ സിൻസ് ദെൻ പാട്ടും
ഡാൻസുമായിട്ട് ഒരുപാട് മെമ്മറീസ് ആയിട്ട് ലൈക്ക് we've been very Very close close friends. last 5 years ആയിട്ട് ഒരുപാട് മെമ്മറീസ് ഒരുപാട് good times. So എന്തായാലും ഇന്ന് we're here to talk about the bridal shower and അതിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ എന്തൊക്കെയായിരുന്നു തീമും how our experience was and എല്ലാവരുമായിട്ട് ഒരുമിച്ച് പ്ലാനിങ്ങും it was ലൈക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. അപ്പോൾ ബ്രൈഡൽ ഷവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി പ്ലാൻ തന്നെ വന്നത് അമ്മു ആക്ച്വലി കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ സമയത്തിനായിരുന്നു വിച്ച് വാസ് Like surprise ആയിട്ടാണ് ഇത് വന്നത്. Yes. We were not expecting it at all. So when she told about it, we were very excited. Definitely. പിന്നെ അത് കഴിഞ്ഞിട്ട് we started planning and we had so many ideas and we tried incorporating like everyone's ideas. Everyone came up with the best of ideas. ഐ മീൻ ആദ്യമേ തന്നെ കാരണം അമ്മു പറഞ്ഞപ്പോൾ ലൈക്ക് ഷി വാസ് ഗെറ്റിംഗ് മാരീഡ് തന്നെ ഇറ്റ് വാസ് ലൈക്ക് വി വർ ലൈക്ക് ഇതേ ലൈക്ക് ഹൗ എല്ലാം അറിയണം ഞങ്ങൾക്ക് ലൈക്ക് ഫ്രം ദ ബിഗിനിങ് ഇപ്പോൾ വരെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇതെങ്ങനെയാണ് ഡിസിഷൻ ഉണ്ടാക്കി ആരാണ് എന്താണ് യുനോ മീറ്റിംഗ് അപ്പം വി വെൻറ്റ് ടു അവർ ഹൗസ് ആൻഡ് അന്ന് ലൈക്ക് ഷി വാസ് ടെല്ലിങ് us the whole story എങ്ങനെ വിശാഖിനെ മീറ്റ് ചെയ്തതും like ഈ മാരേജിനെ പറ്റിയും ലൈക്ക് ഹൗ ഷീ ഡിസൈഡഡ് ആൻഡ് എവറിത്തിങ് ആൻഡ് അത് ആക്ച്വലി ഞങ്ങൾ ഫുൾ റെക്കോർഡ് ചെയ്തു ഞങ്ങളുടെയൊക്കെ റിയാക്ഷൻ Whole story നല്ലതായിട്ട് ഭംഗിയായിട്ട് നറേറ്റ് ചെയ്തു and we felt like we were there when she was telling us her experience and we felt like that would be the best idea and we can like use that idea and make a skit. Exactly. കാരണം ഷീ സെഡ് ലിറ്ററലി എല്ലാ ഡീറ്റെയിലും ലൈക്ക് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഷീ ടോൾഡ് us എന്താണ് അമ്മ പറഞ്ഞത് and what did he say പേരൻസ് എന്താണ് പറഞ്ഞത് ഈവൻ ലൈക്ക് ദ റോൾ ഓഫ് ഹർ ഹോൾ ഫാമിലി കസിൻ ബ്രദർ ആണെങ്കിലും ലൈക്ക് ഹർ ലൈക്ക് വീട്ടിലെ ഫാമിലി ആണെങ്കിലും സോ അങ്ങനെ ഐ മീൻ അറ്റ് ദ ടൈം ഞങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല വി വർ ജസ്റ്റ് ലൈക്ക് വെരി എക്സൈറ്റഡ് ഫോർ ഹർ ഫോർ ദിസ് വെഡിങ് ആൻഡ് യുനോ മൂവിങ് ഫോർവേഡ് യുനോ ഇയാൾ പേഴ്സണെ മീറ്റ് ചെയ്യണം യുനോ തിങ്സ് ലൈക്ക് ദാറ്റ് പിന്നെയാണ് ഞങ്ങൾ ഈ ബ്രൈഡൽ ഷവറിൻ്റെ കാര്യം ആലോചിക്കാൻ തുടങ്ങിയത് when she said like ഓഗസ്റ്റിലാണ് കല്യാണം ലൈക്ക് അയ്യോ ലൈക്ക് ഇത്രയും സമയമുള്ളൂ ലൈക്ക് 2-3 months ഉള്ളൂ ഇനി ലൈക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്യണം സോ then we started എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യാൻ ആൻഡ് ഈ ഇങ്ങനെ ലൈക്ക് we needed to do something different. And usually we do like ഒരു theme പോലെ and we get decorations and then എല്ലാവരും we just spend some time together. പക്ഷേ we felt like അമ്മൂനൊരു I don't know എന്തെങ്കിലും ഒരു it had to be like loud, it had to be different. A lot of celebration. Yes. We should create more memories rather than just like like coming and meeting up. So we felt like we need to do something, create more memories. We know what she likes. Mone dance ഭയങ്കര ഇഷ്ടമാണ്. She loves movies. She loves Mohanlal. And so with that we all decided let's do like a cinematic style of a bridal shower. Exactly. Like I think അങ്ങനെയാണ് നമ്മൾ ഈ തീം തന്നെ വന്നത് ലൈക്ക് ഒരു മൂവി തിയേറ്റർ തീം ആൻഡ് പതുക്കെ ഞങ്ങൾ ആലോചിച്ച് നോക്കി ആ തീമിന് എന്തായിരിക്കും appropriate for that and like first like we all met almost like most of us met Ammu through dance. Yes. So we were like definitely എന്തായാലും ഡാൻസ് വേണം കാരണം some of our best memories are through that and that's how we met her as well. So dance, like we decided, songs were also like not very hard to decide കാരണം we knew she was such a big fan of Mohanlal, we all are, so പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു മോഹൻലാലിൻ്റെ theme for the song. പിന്നെ സ്കിറ്റ് ആണെങ്കിലും Skit as she already narrated her entire story of how she met her fiance. ഞങ്ങൾ ഞങ്ങളുടെ ഡാൻസ് കൊറിയോഗ്രാഫി തുടങ്ങി ഞങ്ങളുമായിട്ട് ലൈക്ക് മെയിൻലി കാജൽ ഞാനും സാൻഡ്രയാണ് ലൈക്ക് ഡാൻസിൻ്റെ ലൈക്ക് വി വർ പ്ലാനിങ് ഓൺ കൊറിയോഗ്രാഫിങ്. പിന്നെ we wanted to include like we knew like we were thinking as we were choreographing എങ്ങനെ അമ്മു റിയാക്ട് ചെയ്യും like എങ്ങനെ അമ്മു I knew like we knew that അവിടെ ഇരുന്ന് like she would feel like oh I want to dance too, I want to be part of this too, like ആ രീതിയിൽ. So we made it like interactive, like അമ്മുനെ involve ചെയ്ത് ഈ ഡാൻസിന്. And അമ്മു കേറുന്ന തൊട്ട് we had to like start the dance and in between we had to bring her inside, dance along with us, then bring her back and then scene change. It was a very nice experience, beautiful memories created. Rehearsals also was super fun. We had a theme, we had told her എല്ലാവരും കൂടെ ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ യൂഷ്വലി സംടൈംസ് ഇങ്ങനെ ഞങ്ങൾ പറയും we'll wear this color അല്ലെങ്കിൽ this Indian ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കോമ്പിനേഷൻ ആണെങ്കിൽ so we told everyone to wear black and white and that's also something Ammu always tells us. Ammu always tells us appo nammal vicharichini like will she overthink and she'll have some idea what is happening,
ബട്ട് അമ്മുവാണ് ഇങ്ങോട്ട് ചോദിച്ചത് ലൈക്ക് ആൺ വി മീറ്റിംഗ് അപ്പ് ലൈക്ക് എല്ലാവരും ഒരുമിച്ച് ലൈക്ക് ബിഫോർ ഐ ഗോ ഫോർ ദ വെഡിങ് ഒക്കെ ലൈക്ക് ലെറ്റ്സ് ഓൾ മീറ്റ് അപ്പ്. അമ്മുവാണ് ഒരു ഹിന്റ് ഇട്ട്. ഫ്രം ദാറ്റ് വി കോട്ട് ആൻഡ് വി kept messaging and like coordinating. And like in between some people will be like some of our friends will like ഞാൻ try ചെയ്യാം, okay ഞാൻ ഈ ടൈമിൽ വരാം, or I'm busy, I'm caught up with something else, I'll come, I'm trying my best എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഡ്രാമ ആയിരുന്നു behind the like അയ്യോ ഈ ദിവസം പറ്റില്ല ആ ദിവസം പറ്റില്ല. and then we were like black and white ചെയ്താലോ, ചുമ്മാ നമുക്ക് ഇടാം, കുറെ നാളായില്ലേ ലൈക്ക് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഹാങ് ഔട്ട് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞങ്ങൾ ഇങ്ങോട്ട് കളിച്ചു to make sure that you know like it didn't seem very obvious. and honestly retro theme ഈ black and white theme അമ്മുന്റെ like idea ആണ് long back. whenever we planned birthdays as well she'd be like illada let's do retro theme, black and white theme, and eventually അത് നടന്നിട്ടില്ല. so we were like this is the perfect time to do this theme. and you know like we knew like she would have something nice to wear as well for this theme and all. and eventually പോയി pick ചെയ്യാൻ and ഒരുപാട് ലേറ്റ് ആയി. so I knew like ചെല്ലുമ്പോൾ ഒന്നും like I have to act like you know എന്തോ വലിയ സീരിയസ് കാര്യം സംഭവിച്ചു, that's why I'm late എന്നുള്ള രീതിയിൽ. ലേറ്റ് ആയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഹാഡ് ടു കം ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. പിന്നെ എല്ലാവരും ദേ ഹാഡ് ലൈക്ക് ദെയർ ഓൺ റോൾ ആൻഡ് ദെയർ ഓൺ സ്റ്റഫ്സ് ടു ഗെറ്റ്. അപ്പോൾ വൺ പേഴ്സൺ വാസ് ഹാൻഡ്ലിങ് ഡെക്കറേഷൻ, സം പീപ്പിൾ ഹാഡ് ടു ഗോ ആൻഡ് ഗെറ്റ് ഡു ഷോപ്പിംഗ് ഇൻ ദ ലാസ്റ്റ് മൂമെൻ്റ് ഒക്കെ. അവിടെ ദുബായിൽ നിന്നും ഷാർജന്നൊക്കെ ഇങ്ങോട്ട് അജ്മാനിലോട്ട് വന്നപ്പോൾ it took time, and then when we half of us came and we started our decoration ഇവിടെ. and then some people last moment shopping ഉണ്ടായിരുന്നു. പിന്നെ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് നമ്മൾ popcorn is minor less, we have to go get some more, and then some of us left, and then cake was already ordered. Even cake the theme was we had a cake full like white fondant and പുറത്തുണ്ടായിട്ട് like it was like a popcorn ന്റെ ഒരു 3D popcorn exactly. പിന്നെ ഒരു ഫിലിമിന്റെ like ആ കട്ട് സീനിന്റെ ഒരു പിക്ചറും so custom made ആയിരുന്നു, and we had to pick it up in the last moment, like it'll be ready only. I think എല്ലാം കൂടെ ആയി വന്നപ്പോൾ like ഇല്ല everything has to be perfect, everything should be perfect before Ammu comes. Exactly. And plus Ammu was not coming to my house. We didn't like tell her we didn't invite her over. We all decided we'll like നമുക്ക് it's been long, നമുക്ക് lunchന് പോവാം. And we planned on a restaurant. Even restaurant, Ammu also was like equally involved in like ഞാൻ restaurant check ചെയ്യാം. അപ്പോൾ someone else is also checking restaurant, and we're giving her ideas. ഈ restaurant നല്ലതാണ്, ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഫുഡ് ഉണ്ട്. അപ്പോൾ Ammu was like that's also a good idea, that's good. അപ്പോൾ it was like everyone, she thought like everyone the group plan ആണ് initiative ആണ്. We are just meeting restaurantൽ, വേറെ ഒന്നുമില്ല. We wanted her to be part of the planning so that she thought okay then the hangout done and we're all hanging out. കാരണം it was actually after exams എല്ലാം കഴിഞ്ഞായിരുന്നു, so our semester was over, so everyone was free, so we wanted her to think that. Eventually എല്ലാം like then we came and she saw, ഞാൻ like literally നടന്നു വരുന്നവരെ ഞാൻ ഒന്നും പറഞ്ഞില്ല like because like ഈ ഡോറിന്റെ വെളിയിൽ we had put this poster like ഇങ്ങനെ like showing ഇങ്ങനത്തെ like ഒരു movie showing പോലെ like with her face like with her and Vishak's face. so ഞാൻ ലിറ്ററലി we were talking about എന്തോ randomly സംസാരിച്ചുകൊണ്ട് വരുമായിരുന്നു. പിന്നെ ഡോറിലെത്തിയിട്ട് അമ്മ കണ്ടില്ല ആക്ച്വലി. as we were walking she just casually സംസാരിച്ചു. I just stopped talking കുറച്ച് നേരത്തെ ഡോർ എത്തിയപ്പോൾ. I just looked at her and she said എന്ത് പറ്റി? she looked at the door and she said അയ്യോ അതെന്താണ്? I was like ഇതെന്താ എൻ്റെ മഹയുടെ kind of രീതിയിൽ. ഞാൻ ഒന്നും മിണ്ടില്ല. I was like now I don't want to say anything because you know I wanted her to be a part of the whole thing that we had planned. പിന്നെ I was like knocking. I was like ഇതെന്താ തുറക്കാത്തെ? oh my god, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എത്തിയിട്ട് I rang the bell, I'm knocking, ആരും തുറക്കുന്നില്ല. like it's 20 seconds ആയി, 2 minutes ആയി. I was like പതുക്കെ someone say issue 2 minutes. I was like what do you mean 2 minutes? അമ്മ ഇവിടെ എത്തി. so I was like വീണ്ടും കൊണ്ടുവരും അകത്ത് നമ്മൾ ഫുൾ പ്ലാനിങ് ആൻഡ് വി വാണ്ടഡ് ടു മേക്ക് ഷുവർ എവറിത്തിങ് ഇസ് റെഡി. നമ്മൾ ടേബിൾ വി മേഡ് ഷുവർ ലൈക്ക് പോപ്കോണും ഫുഡും എല്ലാം റെഡി, ആൻഡ് ദെൻ വി നീഡഡ് ദാറ്റ് സ്പേസ് ടു ഡു ആ സ്കിറ്റും ഡാൻസും. ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് അമ്മു. ലൈക്ക് അമ്മു അകത്ത് കയറി വരുന്നു, ആൻഡ് നമ്മൾ ഡാൻസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വി വാണ്ടഡ് ടു മേക്ക് ഷുവർ എവറിത്തിങ് ഇസ് ഫൈൻ. ഗ്രീഷു കെപ്റ്റ് കോർഡിനേറ്റിംഗ് വിത്ത് അസ്. ഞാൻ ലൈക്ക് ടെക്സ്റ്റ് ചെയ്തു ഗൈസ്, ഞാൻ ഇവിടുന്ന് വിട്ടു, അമ്മുനെ പിക്ക് ചെയ്തു, 10 minutes away, 5 minutes away, താഴെ എത്തി, ലിഫ്റ്റിൽ കയറി, ഫ്ലാറ്റ് എത്തി, ലൈക്ക് യു നോ ലൈക്ക് എവറി സെക്കൻഡ്. എന്നിട്ട് എത്തിയിട്ട് I was like
കൊട്ടിയുടെ ഡോർ തുറക്കാത്ത എന്ത് പറ്റി, ലൈക്ക് ഐ ഡോണ്ട് നോ അല്ല എന്താ സംഭവിക്കുന്നത്. Yeah, we were making sure that everything is ready, Set up. and then one person is handling music, so we're making sure that person is ready because door തുറന്നിട്ട് music start ചെയ്തില്ലെങ്കിൽ we don't want to keep her waiting. അപ്പോൾ അങ്ങനെ we actually after some time we slowly opened the door so that we can ask Grishma to Come in. And Amma was outside, there was video recording outside, Yeah. and അത് കഴിഞ്ഞിട്ടാണ് The whole thing started, and like dance-um, like skit-um, and I think videos ഒക്കെ I think you see എന്താണ് അതിന്റെ like how it was. അപ്പം like skit-um ഞങ്ങളുടെ costume change, it was like ഭയങ്കര epic ആയിരുന്നു. I had to come back from the restaurant and I had to change because I had to wear what so that like എല്ലാരും black and white lo vannal to the restaurant, she would have had a doubt. She Yeah. would have thought, oh, Correct. why is everyone wearing different? So I had to come back and change, and again last moment popcorn preparation was going on. Yeah. Then we started The whole story. പക്ഷെ എന്താണെങ്കിലും I think overall it went as best, like more than we expected, to be Yes. honest. Oh. കാരണം ഞങ്ങൾ വിചാരിച്ചു കോസ്റ്റ്യൂം ചേഞ്ചിന് പ്രശ്നം വരും, ഡാൻസിന് പ്രശ്നം വരും. Eventually we just wanted her to have fun, and the fact was അമ്മ ഒട്ടും അറിയാത്തോണ്ട് she was so Exactly. surprised. ശരിക്കും like it went so it was well. Like her expressions and her emotions were അതന്നെ. priceless. And more than we thought. Yes. സത്യമായിട്ടും it was so priceless. ഭയങ്കര genuine, like she just ഒട്ടും അറിഞ്ഞില്ല. We knew that from her face. അത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. We thought she'll think, കാരണം previously also because ഷാലുന്റെ bridal shower we had thrown, so we thought like she would suspect that like we would Exactly. throw some One kind of party or like a bridal shower celebration, but I think nothing she Nothing, expected. not at And like എല്ലാവർക്കും വരാൻ പറ്റി, and all of her friends got to be a part of it. Yeah. And we think like it's one of the best things we've done in our entire life, like to be a part of that, to plan that, to see Ammu's reaction was the best part of it all. Yes. And I'll never forget that, her reaction, her coming out, it's like etched in my brain. Like it will never go away. And we were all like, even at the end, like she got so emotional. We also feel like we didn't expect അങ്ങനെ ഒരു Exactly. emotional ആയിട്ട് feel ചെയ്യാൻ. Then we were like, she's like going to UK അങ്ങനെയൊക്കെ വന്നപ്പോൾ we were also thinking about it, but The best memories. I think Yeah. everyone, each one of our friends will definitely remember this 100%, yeah. throughout their life, and something that Yeah. we will cherish throughout. And I think Ammu's also the reason that was so memorable, because of the Exactly, way yeah. she was, and she Yeah. reacted, and like she liked, like glad that she liked what we had to do, Yes, and all that. And yeah, it was സത്യമായിട്ടും like അതാണ് മെയിൻലി അതിനെ പറ്റി പറയാനുള്ള. I mean പിന്നെ പറയുകയാണെങ്കിൽ അമ്മുവിനെ പറ്റി പറയാനുള്ള. So we're so happy that it all worked out, and Satyatam, we just hope it was a memory for Ammu, so that she remembers her her marriage and her time with us, and like memories with us forever. Etra dura aanengilum, I know she's in UK and we're here and things like that. We know that we're there for each other, and like ee memories on orikilum povan povunilla. So that's what we wanted to do for her, and I hope we were able to do that for you, Ammu. So Yeah, easy getting a theme for her also because of we know Ammu now very Yeah. well. It's been 5 years, which is very long, and we're very happy to have a friend like her, Satyam. and we'll always be there for her. Always. And I mean, actually, എനിക്ക് തോന്നുന്നു bridal shower is the reason we felt kind of okay for not attending her wedding, because we all didn't end up coming. പക്ഷേ yeah, we had, I don't know, other celebration. It was like a celebration for us. So kind of like a personal celebration. But we're so glad it all worked out, and we hope you enjoyed it. And we're so happy to be part of this wedding series. So happy that you allowed us to be a part of it. Thank you. Like Satyam. I mean, I'm glad I did this. Disclaimer. Convincing Grishu to do it. Ammu, good job. Disclaimer, this was not by my will and choice. ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുറെ കോൺസിക്വൻസസ് ഉണ്ടാവുന്നതാണ്. ത്രെറ്റ് ലെറ്റർ ഒക്കെയാണ് എനിക്ക് കിട്ടിയത്. സോ അത് കാരണമാണ്. സോ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഞാൻ പേടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. But I'm happy. Thank you so much, Da, for allowing us to do this for you. And we love you so much. Love you. And we hope, we know that there's going to be so much for you in the future and everything. Okay, bye. Bye.
ഇഷ്ടപ്പെട്ട പാട്ടില്ലേ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം, നമ്മുടെ ലാലേട്ടൻ തകർത്ത് പാടി അഭിനയിച്ച ഒരു പാട്ടാണിത് അല്ലേ. നമുക്ക് ഒരുപാട് ഇഷ്ടവുമാണിത്. ഇതേപോലെയുള്ള ഒരുപാട് ലാലേട്ടൻ സോങ്സ് എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ കുറച്ച് പഴയ പാട്ട് തൊട്ടിട്ട് അമ്മുവിൻ്റെ ബ്രൈഡൽ ഷവറിൻ്റെ സമയത്ത് റിലീസ് ലാലേട്ടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ലൂസിഫർ ആയിരുന്നു. അതിൽ റഫ്താര വരെയുള്ള പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് അമ്മുവിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഓരോ ഐഡിയാസും ഞങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ഐഡിയാസാണ്. അപ്പോൾ എനിക്ക് ഈ ഡാൻസിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ള ഐഡിയ എനിക്ക് രാത്രിയാണ്, ഒരു ദിവസം രാത്രിയാണ് എനിക്ക് തോന്നിയത്, എൻ്റെ ബോധോദയം ഉണ്ടായത്. അത് വന്നപ്പോൾ തന്നെ ഞാൻ സോങ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രാത്രി ഫുള്ള് എടുത്തു. അത് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, എന്നിട്ട് അത് സിങ്ക് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് രാത്രി അത് തുടങ്ങിയിട്ട് ഒരു 3 AM 4 AM ഒക്കെ ആയപ്പോഴാണ് അത് എഡിറ്റിംഗ് ഒക്കെ തീർന്നിട്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മുവിൻ്റെ ബ്രൈഡൽ ഷവർ ഓർഗനൈസ് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഗ്രൂപ്പ്, അതിൽ സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും കേൾക്കാമല്ലോ. പിന്നെ ദ മെയിൻ അജണ്ട വാസ് ഇതൊരു ഡാൻസ് പെർഫോമൻസ് ഇൻ ദ സെൻസ് നമ്മളുടെ കഴിവുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് അമ്മുവിന് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കുറേ പേര് ഡാൻസ് അറിയുന്നവരുണ്ട്, കുറേ പേര് ഡാൻസ് അറിയാത്തവരുണ്ട്, കുറേ പേര് ഡാൻസ് ഒട്ടുമേ കളിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ വി മെയ്ഡ് ഇറ്റ് എ പോയിന്റ് ദാറ്റ് എവ്രി വൺ ഷുഡ് പെർഫോം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഡാൻസ് അറിയാവുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഞങ്ങൾ കൊറിയോഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്രീഷ്മ, സാൻഡ്ര, ഞങ്ങൾ 3 പേരും ഡാൻസ് റിഹേഴ്സൽസ് എൻ്റെ വീട്ടിൽ ചെയ്തു. അങ്ങനെ 2-3 days എൻ്റെ വീട്ടിൽ വന്ന് റിഹേഴ്സൽസ് എടുത്തു. അപ്പോൾ അതിനിടയിൽ ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇടുമ്പോഴും ഞങ്ങൾ ലിറിക് വൈസിൻ്റെ മീനിങ് വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റെപ്സ് കൊറിയോഗ്രാഫ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ സാൻഡ്ര എന്ന് പറയുന്ന ഞങ്ങളുടെ ഫ്രണ്ടിന് അത്ര അധികം മലയാളം അറിയില്ല, ഷീസ് ബാംഗ്ലൂർ സെറ്റിൽഡ് മലയാളിയാണ്. അപ്പം അതിൽ കുറേ മലയാളം അറിയാത്തതിൻ്റെ കുറേ തമാശകളും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടുണ്ട്, ശരണ്യ. ഷാരു ആണ് നമുക്ക് എപ്പോഴും എന്താ പറയുക, ഒരു മോഹൻലാൽ ടച്ചൊക്കെ ആയിട്ട് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഷാരൂനാണ്. അപ്പം ഞങ്ങൾ ഏത് സ്റ്റെപ്പ് കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് ഷാരു ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ഇത് ഷാരു ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഷാരു ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഞങ്ങൾ അത് ഓർത്തിട്ട് ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്യുന്നതൊക്കെ ഭയങ്കര രസകരമായ കുറേ സംഭവങ്ങളായിരുന്നു. അത് എപ്പോഴും ഓർക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണത്. അങ്ങനെ 2-3 ദിവസം ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തു. പിന്നെ ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ വീഡിയോസ് ഞങ്ങൾ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കും, സോ ദാറ്റ് എവ്രി വൺ ക്യാൻ അത് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാമല്ലോ സ്വന്തമായിട്ട് ഇരുന്നിട്ട്. പിന്നെ ഞങ്ങൾ വേറെ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി മീറ്റപ്പ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് റിഹേഴ്സൽ എടുക്കുകയാണ് ചെയ്തത്. ഇത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു പുതിയൊരു ഫ്രണ്ട്, എൻ്റെ നെയ്ബറാണ്, പക്ഷേ ഇവർക്ക് എല്ലാവർക്കും മറ്റുള്ളവരെല്ലാവർക്കും അവളൊരു പുതിയ ഫ്രണ്ടാണ്, ആവണി. ഷീസ് എ ബേബി ഗേൾ, ഷീസ് ഇൻ grade 6 ആക്ച്വലി. അപ്പോൾ എൻ്റെ കൂടെ വെറുതെ വന്നതാണ് ഈ ബ്രൈഡൽ ഷവർ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സെറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷീ വാസ് ലൈക്ക് ഓക്കെ എനിക്കും കളിക്കണം ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഡാൻസ് കാണിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് അന്ന് സമയമില്ല, അപ്പോൾ സമയമില്ലാത്തടത്ത് ഞങ്ങൾ ഒറ്റ പ്രാവശ്യം ഡാൻസ് കാണിച്ചു കൊടുത്തു. അത് പ്രോപ്പറായിട്ടൊന്നും കാണിച്ചു കൊടുത്തില്ല, ബിക്കോസ് നമുക്ക് സമയമില്ല. പക്ഷെ ആവണി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണി അപ്പോൾ തന്നെ വന്നിട്ട് പെർഫോം ചെയ്തു, ഞങ്ങളുടെ കൂടെ തന്നെ പെർഫോം ചെയ്തു. അത് ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ടാലൻറ്റ് ആണ് അത്. എന്ന് വെച്ചാൽ ഒട്ടും കാണാത്ത അറിയാത്ത ഡാൻസും സോങ്സൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കഴിവ് തന്നെയാണ്. ആൻഡ് ദെൻ ഒബ്വിയസ്ലി അമ്മുവിനെ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ബിക്കോസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അമ്മു എൻട്രി ചെയ്യുമ്പോൾ ഡോറിൻ്റെ അവിടെ നിന്ന് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം വെച്ച സോങ് ലാലേൻ്റെ അല്ല കേട്ടോ, ആതിര വരവായി അതായിരുന്നു ഞങ്ങൾ വെച്ചത്. പിന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ട് നീ എനിക്കിനാവോ പൂവോ നിലാവോ അതായിരുന്നു പിന്നത്തെ സോങ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ റഫ്താര വരെയുള്ള സോങ്സ്. അപ്പോൾ ദാറ്റ് വാസ് ദ ഹോൾ തിങ് അബൌട്ട് അമ്മുയുടെ ബ്രൈഡൽ ഷവറിൻ്റെ ഡാൻസ് പെർഫോമൻസ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തില്ലേ, അമ്മുവിൻ്റെ ബ്രൈഡൽ ഷവർ ഒരു മൂവി തിയേറ്റർ അല്ലെങ്കിൽ ഒരു മലയാളം മൂവി തിയേറ്ററിൻ്റെ ഒരു തീമിലായിരുന്നു ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൻ്റെ ഡെക്കറേഷൻസും അതിൻ്റെ മാച്ചായിട്ട് വേണം പോകാൻ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് മൂവി പോസ്റ്റേഴ്സ് നമ്മൾ ആ വെന്യൂവിൽ ഒട്ടിച്ച് വെക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു.
പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് മൂവി പോസ്റ്റേഴ്സ് വെറുതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഓർഡിനറി തിങ് ആയിരിക്കില്ലേ, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് സംതിങ് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്തുകൂടാ എന്ന് ഞാൻ വിചാരിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്. നമുക്ക് കുറേ ടിക്ടോക്ക് വീഡിയോസും അതേപോലെ കുറേ ഡാൻസ് പെർഫോമൻസസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനത്തെ വല്ല കോസ്റ്റ്യൂംസ് അതിൻ്റെയോട് റിലേറ്റഡ് ആയിട്ടുള്ള വല്ല മൂവീസ് കിട്ടുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ആൻഡ് ഐ ക്യാൻ merge together and edit and make a poster എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കുറേ മൂവീസ് ഞാൻ ലൈക്ക് നന്ദനം, തേന്മാവിൻ കൊമ്പത്ത്, പിന്നെ മൈലാഞ്ചി മൊഞ്ചുള്ള വീട്, അങ്ങനത്തെ കുറേ മൂവീസ് എടുത്തു. ആ മൂവീസിൻ്റെ പോസ്റ്റേഴ്സ് എടുത്തു. എന്നിട്ട് തേന്മാവിൻ കൊമ്പത്ത് നമുക്കറിയാം ശോഭന മാമിൻ്റെ കോസ്റ്റ്യൂം ഒരു ലൈക്ക് ഒരു ഗർഭ കോസ്റ്റ്യൂം, ഡാൻഡിയ കോസ്റ്റ്യൂം അങ്ങനെയാണല്ലോ മിക്കവാറും ഒരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കോസ്റ്റ്യൂമാണ്. അപ്പോൾ അമ്മ ഡാൻഡിയ ചെയ്ത പിക്ചേഴ്സ് തന്നെയാണ്. അങ്ങനെ അതെനിക്ക് ഓർമ്മയുണ്ട്, എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മൂൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാം ഞാൻ നോക്കാൻ തുടങ്ങി. അങ്ങനെ പണ്ടത്തെ ഒരു അമ്മൂൻ്റെ പിക്ചർ ഉണ്ട് ഈ ഡാൻഡിയ കോസ്റ്റ്യൂമിൽ. അപ്പോൾ അതെടുത്തിട്ട് ഇതിനകത്ത് വെച്ചിട്ട് തേന്മാവിൻ കൊമ്പത്തിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ നന്ദനം പട്ടുപാവാട ബ്ലൗസിൻ്റെ അമ്മൂൻ്റെ ഒരു പിക്ചർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് നന്ദനത്തിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കി. പിന്നെ അമ്മ ഒരു വെയിലൊക്കെ ഇട്ടിട്ടൊരു പിക്ചർ ഉണ്ടായിരുന്നു, അത് എന്നിട്ട് മൈലാഞ്ചി മൊഞ്ചുള്ള വീടിൻ്റെ പോസ്റ്ററിൽ ഇട്ടു. അങ്ങനെ ഒരുപാട് കുറച്ച് മൂവീസ് ഞാൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പോസ്റ്റേഴ്സും അതിന് മാച്ച് ചെയ്യുന്ന ഫോട്ടോസും വെച്ചിട്ട് പോസ്റ്റേഴ്സ് ഉണ്ടാക്കി. അങ്ങനെ അത് ഫുൾ ഡിസ്പ്ലേ ചെയ്തിട്ട് ആ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ വെച്ചു. അത് അമ്മുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അമ്മു ഇടയ്ക്ക് പറയാറുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഈ മൂവി പോസ്റ്റേഴ്സ് ഡെക്കറേഷൻ. അല്ല ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്ക് ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും കേൾക്കണോ? കേൾക്കണം കേൾക്കണോ? Hello everyone, I'm Avani from Kannur, settled in UAE Sharjah, and currently I'm in 7th grade. So when I was in Amuche's bridal shower, I was 6th grade. So I really want to congratulate on her first wedding anniversary. May God shower her and Vishak Chaitan with blessings. So my experience was really good, and this making and all made me really happy, and I'm really happy to be a part of it. And as said, the color code and props making and all, I was really happy about it, and I'm also very happy for being a part of it. And I also want to thank all the chechis and also Ammu Chechi. Yeah, so my experience was like really good. I really enjoyed it. I was the only kid there, so like I was given so much love. So I want to thank all the chechis so much. Thank you. Bye.
ഹലോ, മൈ നെയിം ഇസ് പാർവതി ആൻഡ് എന്നെ എല്ലാവരും വിളിക്കുന്ന പാറു എന്നാണ്. നിങ്ങളുടെ ആതിരെ അല്ല ഞങ്ങളുടെ അമ്മുവിനെ കുറിച്ച്, അമ്മുവിൻ്റെ വെഡിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ അമ്മുവിനെ എങ്ങനെ പരിചയപ്പെട്ടതെന്ന് പറയണമെന്നുണ്ട്. അമ്മുവിനെ അറിയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 5 to 6 years ആയി. ഞങ്ങൾ യൂണിവേഴ്സിറ്റി വെച്ചാണ് പരിചയപ്പെടുന്നത്. ആൻഡ് യൂണിവേഴ്സിറ്റി തൊട്ട് ലൈക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് തന്നെ മാറിയത്. ആൻഡ് ഫാമിലി ഇൻ ദ സെൻസ് എല്ലാത്തിനും, ഒരു ചെറിയ കാര്യത്തിന് പോലും തൊട്ട് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് എവറിത്തിങ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈവൻ ഹാങ് ഔട്ട് എല്ലാം, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞങ്ങൾ വലിയ വലിയ സന്തോഷങ്ങളാക്കി മാറ്റിയ ദിവസങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി നമ്മുടെ ഗ്യാങ് തന്നെ ഏതാണ്ട് 9 കുട്ടികളുണ്ട് ഞങ്ങളുടെ ഗ്യാങ്. അപ്പം ഞങ്ങൾ മലയാളി കുട്ടികളാണ്. ആൻഡ് ഞങ്ങളുടെ ഈ ഗ്യാങ്ങിൽ തന്നെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് ആരാണ് ആദ്യം കല്യാണം കഴിക്കുന്നത്, ആരാണ് പെട്ടെന്ന് കല്യാണം കഴിക്കുന്നതെന്നൊക്കെ. അങ്ങനെ അമ്മുവിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് ഞാനിപ്പോഴൊന്നും കല്യാണം കഴിക്കത്തൊന്നുമില്ല, അതിന് ടൈം എടുക്കുന്നൊക്കെയായിരുന്നു. ആൻഡ് അങ്ങനെ ഇരിക്കുകയാണ് അമ്മു ലാസ്റ്റ് ഇയർ ആയിരുന്നു അമ്മുവിൻ്റെ ഗ്രാജുവേഷൻ. അപ്പം ഗ്രാജുവേഷനൊക്കെ അടുക്കാറാകുമ്പോൾ നമ്മുടെ നാട്ടിൽ എപ്പോഴും ചോദിക്കുന്ന പോലെ അമ്മുവിനോട് ഞങ്ങൾ ചോദിക്കുന്നതാണ് എപ്പോഴാണ് ഇങ്ങനെ കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങിയോ പേരൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത് നോക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തു, പേരൻസ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നു. ആൻഡ് ദെൻ പിന്നെ നമുക്ക് ഗ്ലോബൽ ഡേ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ. ആൻഡ് ആ ഫങ്ഷന് അമ്മുവിനെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ, കാരണം ലാസ്റ്റ് ഇയർ അല്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഡേ ആയിരുന്നു അന്ന്. ആൻഡ് അന്ന് ഞാൻ അമ്മുവിനോട് ചോദിച്ചായിരുന്നു, ഇത് അമ്മുവിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ഇയർ അല്ലേ, ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞ് പേരൻസ് നോക്കുന്നുണ്ട്, ഇപ്പം കാര്യമായിട്ട് ശരിക്കും നോക്കുന്നുണ്ട്, അങ്ങനെ 2-3 ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ആദ്യം ഞാൻ ഞെട്ടിയെങ്കിലും ഓക്കെ എന്നായിരുന്നു. ഒരു 1 week പോലും കഴിഞ്ഞില്ല, അപ്പോഴേക്ക് ഇതാണ്ട് ആള് ഒരു ഫോൺ കോളായിട്ട് ഒരു വീക്ക് ഡേ എന്നെ വിളിച്ചു ഈവനിങ്. ഞാനെന്തോ എമർജൻസി ആണെന്നും പറഞ്ഞ് ഞാൻ ഫോൺ എടുത്തു. ആൻഡ് അമ്മ ആണെങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഭയങ്കരമായിട്ട് പാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അല്ലാണ്ട് അമ്മ ഇങ്ങനെ സീരിയസ് ആയിട്ട് വിളിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്താ അമ്മ ചോദിച്ചു. പാറു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്താ അമ്മ എന്താണെന്ന് പറഞ്ഞു. പാറു എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് ചിരിക്കുകയാണ്. ആൻഡ് ദെൻ ഞാൻ ചോദിച്ചു എന്താടാ കല്യാണമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ആടെടാ എന്നിട്ട് അങ്ങ് ചിരിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. ആൻഡ് ദെൻ ഞാൻ ചോദിച്ചു ആരാണ് കക്ഷി എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അമ്മ പറഞ്ഞു ആ വീക്കെൻഡിൽ തന്നെ പെണ്ണ് കാണും, ഒരു ചെറിയ പെണ്ണ് കാണൽ പോലെ ചടങ്ങുണ്ടായിരുന്നു, വീട്ടിൽ വെച്ച് കണ്ടു, അങ്ങനെ ഫുൾ സ്റ്റോറി അങ്ങ് പറഞ്ഞു. അതിന് ശേഷം ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. ആളെങ്ങനെയാണ്, ആള് സംസാരിച്ചോ, എന്താണ് ജോലി, എവിടെയാണ്, അങ്ങനെ ഫുൾ ചോദിച്ചു. കേട്ടപ്പം തന്നെ ഒരു പാവം ചേട്ടനാണെന്ന് മനസ്സിലായി. ആൻഡ് ദെൻ എല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് അവസാനം ഞാൻ ചോദിച്ച ആളെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു നല്ല ആളാണ്, കുഴപ്പമില്ല, ഒരു പാവമാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു അമ്മു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോയും കൂടെ അയക്ക്, ഞങ്ങൾ കാണട്ടെ എന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ ഹീറോയിന്, നമ്മുടെ ഈ കഥയിലെ ഹീറോ വിശാഖ് ചേട്ടനെ, ഞങ്ങളുടെ അളിയനെന്നാണ് വിളിക്കുന്നത്, ഞങ്ങളുടെ അളിയനെ ഞങ്ങൾ കാണുന്നത്. ആളിനെ കണ്ടു. അങ്ങനെ നമ്മൾ ഫോട്ടോ ആണ് കണ്ടത്. അങ്ങനെ കണ്ടപ്പം തന്നെ ഞങ്ങൾക്കും ബോധിച്ചു. then ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ആ ഫോൺ കോളിൽ അന്ന് വിളിച്ചപ്പോൾ എനിക്കറിയത്തില്ല, ഇപ്പോഴും അമ്മ എന്നെ വിളിച്ച ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഞാൻ കേട്ട ഷോക്ക്, ആ ഒരു മിക്സ്ഡ് ഇമോഷനായിരുന്നു എനിക്ക്. സന്തോഷമാണോ സങ്കടമാണോ, ലൈക്ക് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ് കല്യാണം കഴിച്ചു പോകുന്നത്. ആൻഡ് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ആയിരുന്നു അമ്മുവിൻ്റെ എൻഗേജ്മെൻറ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ ലൈക്ക് ദാറ്റ് വി ഫിനിഷ്ഡ് our final exams and we thought അത് കഴിഞ്ഞിട്ട് we will do the bridal shower.
അങ്ങനെ ബ്രൈഡൽ ഷവറിൻ്റെ ഒക്കെ തുടങ്ങി. ആൻഡ് ദെൻ എക്സാംസ് കഴിയുമ്പോൾ തന്നെ വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് സമ്മർ വെക്കേഷൻ. ആൻഡ് അങ്ങനെ ബ്രൈഡൽ ഷവറിൻ്റെയും ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം അമ്മും ട്രാവൽ ചെയ്യുമായിരുന്നു. ജൂലൈ തന്നെ അമ്മും ട്രാവൽ ചെയ്യുമായിരുന്നു. അപ്പം അതിന് മുന്നേ ഞാനും ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ ഹാവ് ടു ട്രാവൽ വിത്ത് മൈ ഫാമിലി ഫോർ ദ വെക്കേഷൻ ടു കേരള. അപ്പം അങ്ങനെ ട്രാവൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് അപ്പം തന്നെ നമ്മൾ ബ്രൈഡൽ ഷവറിൻ്റെ തീരുമാനിച്ചപ്പോൾ അറൗണ്ട് 11th ആ ടൈമിലായിരുന്നു ബ്രൈഡൽ ഷവർ നമ്മൾ ഫിക്സ് ചെയ്തത്. അന്ന് ഈവനിങ് ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അതുകൊണ്ട് എനിക്ക് അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. ആൻഡ് ദെൻ പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടും ഭംഗിയായിട്ട് എൻ്റെ ഫ്രണ്ട്സ് നല്ലൊരു ബ്രൈഡൽ ഷവറാണ് ഞങ്ങളുടെ അമ്മുവിന് കൊടുത്തത്. ആൻഡ് ഐ എം സോ ഹാപ്പി. അമ്മ അത് കണ്ട് ഭയങ്കര സന്തോഷമായിട്ടിരുന്നത്. എല്ലാം ഫോട്ടോസും വീഡിയോസും എല്ലാം കണ്ടപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു, കാരണം എനിക്ക് ബ്രൈഡൽ ഷവറിന് കൂടെ ഉണ്ടാവാൻ പറ്റിയില്ല. ബട്ട് ദെൻ ഐ തോട്ട് ഓക്കെ, എന്തായാലും നാട്ടിൽ പോയല്ലേ. ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി ഷാലു എന്നാണ് പേര്, ഷാലിമ. അപ്പം അവരുടെയും കൂടെ കല്യാണമായിരുന്നു. അപ്പം ഷാലുവിൻ്റെയും അമ്മുവിൻ്റെയും ഒരുമിച്ച് വെഡിങ്ങിന് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. ഷാലുവിൻ്റെ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അമ്മുവിൻ്റെയും കൂടെ അറ്റൻഡ് ചെയ്യാമല്ലോ, സാരമല്ല. ബ്രൈഡൽ ഷവർ മിസ്സായാലും സാരമല്ല, വെഡിങ്ങിന് അറ്റൻഡ് ചെയ്യാമല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാൻ നാട്ടിൽ പോയി. അങ്ങനെ നാട്ടിൽ പോയി. ഓഗസ്റ്റിലായിരുന്നു അമ്മുവിൻ്റെ വെഡിങ്. അറിയാലോ, നമ്മുടെ ലാസ്റ്റ് ഇയർ 2019 ഭയങ്കരമായിട്ട് ഫ്ലഡായിരുന്നു, പ്രളയം എല്ലായിടത്തും ഉണ്ടായിരുന്നു. എൻ്റെ ഏരിയയിൽ അങ്ങനെ അഫക്റ്റഡ് ആയിട്ടില്ല, പക്ഷെ അമ്മുവിൻ്റെ ഏരിയയിൽ നല്ലപോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ അടുത്തുനിന്ന് അമ്മുവിൻ്റെ സ്ഥലത്ത് പോകണമെങ്കിൽ അറൗണ്ട് 5.5 hours എടുക്കും. ആൻഡ് എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല അങ്ങനെ അമ്മുവിൻ്റെ അടുത്ത്. ആൻഡ് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു, കാരണം നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ടൈം ആയപ്പം പോകാനേ പറ്റിയില്ല. സന്തോഷത്തിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അമ്മുവിൻ്റെ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തായിരുന്നു ഫോർ ഹർ വെഡ്ഡിങ്. ആൻഡ് എന്താ പറയുക, ഒന്നിനും പോകാൻ പറ്റിയിട്ടെന്നുള്ളതാണ് സത്യം. നമുക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം തന്നെ ഞാൻ അമ്മുവിനോട് അത് പറഞ്ഞു. ആൻഡ് അമ്മുവിനെ മെസ്സേജ് അയച്ചപ്പോൾ ഷീ മേഡ് ഷുവർ ഞാൻ എല്ലാം കാണുന്നുണ്ടെന്ന്. ലൈക്ക് എനിക്ക് എല്ലാം പിക്ചേഴ്സ് എല്ലാം വീഡിയോസ് എല്ലാം അയക്കുന്നുണ്ടായിരുന്നു, ഹൽദി സെറമണിയുടെയും പിന്നെ അമ്മുവിൻ്റെ പുടവ കൊടുക്കൽ ചടങ്ങ് ആൻഡ് വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ പിക്ചേഴ്സ് അപ്പം എനിക്ക് അയക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഷീ മേഡ് ഷുവർ ഞാൻ ഇല്ലാഞ്ഞിട്ട് പോലും എല്ലാം കണ്ടിട്ടുണ്ടെന്നുള്ള ഷീ മേഡ് ഷുവർ. ആൻഡ് അതിനുശേഷം നെക്സ്റ്റ് ഡേ ആയിരുന്നു റിസപ്ഷൻ, കോട്ടയത്ത് വെച്ചായിരുന്നു. അതിനും പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ആൻഡ് ദെൻ ആഫ്റ്റർ 1 week അമ്മു ഇങ്ങോട്ട് വന്നു ദുബായിലോട്ട് ഫോർ ഹർ റിസപ്ഷൻ ഇവിടുത്തെ. ആൻഡ് ഞാൻ അപ്പോഴും നാട്ടിലായിരുന്നു, സോ അതിനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒന്നിനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് നമ്മുടെ ഒരു ഫ്രണ്ടിന്, നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരാളുടെ ഒരു വെഡ്ഡിങ്ങാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് നടക്കാത്തപ്പോൾ ഒരു വിഷമമുണ്ടല്ലോ, അതുണ്ടായിരുന്നു. അപ്പം അതിന് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും നടക്കണമെന്നില്ലല്ലോ. ആൻഡ് ദെൻ അതിനുശേഷം അമ്മ UK പോയി. നവംബർ ആയപ്പം ഷീ ഹാഡ് ഹർ ഗ്രാജുവേഷൻ. സോ ആ സെറമണിക്ക് വേണ്ടി ഷീ കെയിം ബാക്ക് ഇവിടെ ദുബായിലോട്ട്. അപ്പം ഐ ഗോട്ട് ദ ചാൻസ് ടു മീറ്റ് ഹർ ആഫ്റ്റർ ഒരു ഫ്യൂ മന്ത്സിന് ശേഷം. ഐ ഹഗ്ഡ് ഹർ സോ മച്ച്. എനിക്ക് കരയണമെന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അത് അമ്മുവിനും അങ്ങനെയായിരുന്നു. ആൻഡ് ദെൻ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, നമ്മൾ സംസാരിച്ചു, കുറേ സംസാരിച്ചു. ഐ വാസ് സോ ഹാപ്പി. ആൻഡ് അതിനുശേഷം അമ്മ UK പോയി. UK ഇപ്പോൾ ഹാപ്പിലി സെറ്റിൽഡ് ആണ്. ആൻഡ് അവിടെ ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് തന്നെ അറിയുന്നൊരു ഭയങ്കര സന്തോഷം. ആൻഡ് ഇപ്പം ഏതാണ്ട് 1 year ആവുന്നു. August 18th 1 year ആവുന്നു വെഡ്ഡിങ് എല്ലാം കഴിഞ്ഞിട്ട്. ആൻഡ്
എത്ര പെട്ടെന്നാണ് ടൈം എല്ലാം പോകുന്നത്. ലൈക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 1 year ആയി. ആൻഡ് അതിനുശേഷം അമ്മ അവിടെ പോയതിനു ശേഷം ഒരുപാട് നല്ല മാറ്റങ്ങളാണ് അമ്മുവിനുണ്ടായിട്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ലൈഫിലുണ്ടായിട്ടുണ്ട്. ചെറിയ സങ്കടം തൊട്ട് എല്ലാ കാര്യങ്ങളും ലൈഫിലുണ്ടാകുന്ന ഓരോ ബിഗ് സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് അമ്മുവിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. അതിലൊന്നാണ് അമ്മുവിൻ്റെ യൂട്യൂബ് വ്ളോഗ്. ആൻഡ് അമ്മുവിൻ്റെ ഓരോ ഞങ്ങൾക്ക് അടുത്ത് ഇല്ലെന്നുള്ളൊരു വിഷമമുണ്ട്, കാരണം ഇച്ചിരി ദൂരെയാണല്ലോ. എങ്കിലും ഇങ്ങനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ത്രൂ വീഡിയോ കോളിങ്. പിന്നെ അമ്മുവിൻ്റെ ഇങ്ങനെ യൂട്യൂബ് വ്ളോഗ് കാണുന്നത് തന്നെ ഒരുപാട് സന്തോഷം. അമ്മുവിനെയും ചേട്ടനെയും കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇപ്പം എന്താ പറയുക, അമ്മുവും ചേട്ടനും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഹാപ്പി ആനിവേഴ്സറി. ഇതുപോലെ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ലൈഫ് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യുക. നല്ല കുട്ടികളായിട്ടിരിക്കുക. ഇനിയും നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും ഞങ്ങൾ കണ്ട് നിങ്ങൾ ഓരോ ദിവസവും ഞങ്ങളെ പ്രൗഡ് ആക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. ഇനിയുള്ള നിങ്ങളുടെ എല്ലാ ആനിവേഴ്സറീസ് മെമ്മറബിൾ ആവട്ടെ, പ്രഷ്യസ് ആവട്ടെ. May God bless you guys. Love you so much. Take care. Bye. m4marry.com ആണിങ്ങനെ. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഫസ്റ്റ് ഘട്ടത്തിലൊരു ആരും മീറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ആരും മീറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ കണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങള്. നിങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. അപ്പൊ ആ സ്കിറ്റിന്റെ ബേസിക്കലി എല്ലാ സംഭവങ്ങളും പറഞ്ഞ് അവരതിനു വേണ്ടി ആക്ട് ചെയ്തു. അത്രയധികം സോങ്സ് അവർ മൊത്തം കൊറിയോഗ്രാഫി ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് സിങ്ക്രണൈസ് ചെയ്ത് ഡാൻസ് ചെയ്തു. ആൻഡ് ഞാൻ മാത്രമായിരുന്നു എന്താ പറയാ ആ ഒരു ഓഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദേ ഡിഡ് എവറിത്തിങ് ഫോർ മീ. അത്രയും എഫേർട്സ് ഒക്കെ ആ ഹാർഡ് വർക്കൊക്കെ ഇറ്റ് വാസ് സോ മച്ച്. അതും എക്സാംസ് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്താ പറയാ എൻ്റെ കല്യാണത്തിന് അവർക്ക് വരാൻ പറ്റിയില്ല. ഈവൻ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു വെച്ചാലും ആ ഒരു ദിവസം അവർ അത്രയും എഫേർട്ട് ഇട്ടിട്ട് അവർ വരാൻ പറ്റിയില്ലെങ്കിലും ദേ മേഡ് ഷുവർ ദാറ്റ് ഐ എം ഹാപ്പി ആൻഡ് മേഡ് ഷുവർ ദാറ്റ് ഐ ഗോട്ട് എ പ്രോപ്പർ എന്താ പറയുക ഒരു ബാച്ചിലർ പാർട്ടി അല്ലെങ്കിൽ ബ്രൈഡൽ ഷവർ എന്നുള്ളത്. So I'm so grateful to have these people in my life, and touch wood, I'm so proud to have them as my best friends. So that was indeed a very very beautiful surprise for me. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇപ്പോഴും എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവട്ടോ. ബിക്കോസ് എനിക്കത് റീകളക്ട് ചെയ്യുമ്പോൾ എനിക്കറിഞ്ഞൂടാ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം എൻ്റെ ഇമോഷൻസ് കിട്ടുമെന്ന്. ബട്ട് ദെൻ thank you guys. I know you guys are watching this and thank you so much for everything. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവരും stay tuned and take care. അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ വേഗം വരും. അപ്പോഴേക്കും bye bye.